കനത്ത മഴയിൽ മധ്യകേരളത്തിലും വ്യാപക നാശനഷ്ടമാണ്. എറണാകുളം കൂത്താട്ടുകുളത്ത് മരം വീണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ വയോധിക മരിച്ചു. ഇടുക്കി മാട്ടുക്കടയിൽ ഓട്ടോ ഗ്യാരേജിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് 2 വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. മീനച്ചിലാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും ജലനിരപ്പ് ഉയർന്നതോടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. മധ്യ കേരളത്തിലും കനത്ത മഴ തുടരുകയാണ്. കൂത്താട്ടുകുളം തിരുമാറാടിയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളി മരം വീണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ 80-കാരിയായ അന്നക്കുട്ടിയുടെ ദേഹത്ത് മരം പതിക്കുകയായിരുന്നു. ഇടുക്കി മാട്ടുക്കടയിൽ ഓട്ടോ ഗ്യാരേജിന് മുകളിൽ മരം കടപുഴകി വീണ് 2 വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. ഗ്യാരേജ് തകർന്നിട്ടുണ്ട്. ശബ്ദം കേട്ട് ഉള്ളിലുണ്ടായിരുന്നവർ ഓടിമാറിയതിനാൽ ആർക്കും പരിക്കേറ്റില്ല. അങ്കമാലിക്ക് സമീപം എളവൂരിൽ മരം കടകൾക്ക് മുകളിലേക്ക് വീണു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റിയതോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോട്ടയം പുതുപ്പള്ളി ബൈപ്പാസ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള ബോട്ട് സർവീസ് ഭാഗികമായി നിർത്തിവെച്ചു. കാഞ്ഞിരം വരെയാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. മീനച്ചിലാറിന്റെയും മൂവാറ്റുപുഴ ആറിന്റെയും ജലനിരപ്പ് ഉയരുകയാണ്. മൂവാറ്റുപുഴ ആറിന്റെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലെത്തിയതോടെ മലങ്കര ഡാമിന്റെ 4, 5, 6 ഷട്ടറുകൾ 20 സെന്റിമീറ്ററായി കുറച്ചു. ഇടുക്കിയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു. ആകെ 13 ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഹരിപ്പാട് എടത്തോർ റൂട്ടിൽ വിയപുരം റോഡിൽ വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള KSRTC സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ശക്തമായ മഴയിൽ കുട്ടനാട് അടക്കമുള്ള കിഴക്കൻ മേഖലകളിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. പുറക്കാട്, തകഴി പഞ്ചായത്തുകളിലെ കാർഷിക മേഖലകൾ വെള്ളത്തിലാണ്. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. റിപ്പോർട്ടർ കൊച്ചി.